സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇന്ന് ശിവന്റെ ഡേക്കറിലെ പ്രോഗ്രാമാണ്, ആനുവൽ ഡേ പ്രോഗ്രാമാണ്. പത്തനംതിട്ട വിന്നിലാൻഡിലാണ് കുഞ്ഞ് കളിക്കാൻ പോകുന്ന സ്ഥലം. അപ്പൊ അവിടെ ആനുവൽ പ്രോഗ്രാമാണ്. അപ്പൊ കുഞ്ഞിന് 3 പ്രോഗ്രാം ഉണ്ട്. കാട്ടിലെ റാണിയാണ് ഈ നിൽക്കുന്നത്, രാജാവ് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രോഗ്രാം. 12 മണിയാകുമ്പോൾ സ്കൂളിൽ കൊണ്ടുവരണം, ആളെ ഒരുക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അതിനായിട്ട് അപ്പൊ ഇന്ന് സന്തോഷം ഇവിടെ ഉണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ വരുമല്ലോ. അപ്പൊ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നൊരു ദിവസമാണ്. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമുള്ള ദിവസം. പക്ഷെ പെട്ടെന്ന് തീരുകയും ചെയ്യും, അതാണ് വിഷമം. നാളെ രാവിലെ ആകുമ്പോൾ സന്തോഷം പോകും. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നതും വരുന്നതും എല്ലാം ഈ ഒരു ദിവസമാണ്, ഈ ഒരൊറ്റ ദിവസം. അപ്പൊ ഇന്ന് നമുക്ക് പ്രോഗ്രാമിലൊക്കെ ഒന്ന് പോവാം. എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ എല്ലാവരെയും കാണിക്കാം. എത്രത്തോളം അവള് ചെയ്യുമെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. പോവാം. രാവിലെ തുണി അലക്കാൻ പരിപാടിയാണ് ഗൈസ്. എന്താ GS എന്ത് വരുന്നേട്ടോ സൗണ്ട്? എന്തോ ഹലോ, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കണ്ടോ ഗൈസ്, ഇതാണ് എന്റെ പനിക്കൂർക്ക. ഞാൻ നട്ടു വെച്ചതാ. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ അമ്മയാണെങ്കിൽ അത് പറിച്ച് കൊണ്ട് വെള്ളത്തിലിട്ട്. ടേസ്റ്റ് അത് ഞാൻ ആദ്യമായിട്ട് വളർത്തിയ സാധനം ഇത്. കശുക്കുറ്റി വെച്ചേക്കുന്നില്ലേ, കുറച്ചുകൂടെ കുഞ്ഞമ്മേ. രാവിലെ ചക്കയും പഴങ്ങും കേൾക്കാളും ഗർഭിണികളെ പണ്ട് കാലത്തെ ഈ ഗർഭിണികൾക്ക് ചപ്പിട്ട് കൊടുത്തിട്ട് തൂപ്പിക്കുമായിരുന്നു. ഇതിപ്പോ ഗർഭിണിയുണ്ട്, അല്ലാതെ എനിക്ക് ചപ്പിടേണ്ടി വരും. എല്ലാരും കാട്ടിലെ റാണി ഇങ്ങനെ ആയിരിക്കും അവിടെ ചെല്ലുമ്പോ. ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ചേച്ചി ആൾക്കാരെ കാണുമ്പോ ഇങ്ങനെ രണ്ട് അലക്കുകളിലെ തുണി അലക്കാനായിരുന്നു മടി. ഇപ്പൊ വാഷിംഗ് മെഷീൻ ഓണാക്കാൻ മടി. എല്ലാരും ഇങ്ങനെയാണോടാ? നമ്മൾ മാത്രം കമന്റ് ചെയ്യണേ. മടിയോ? അല്ല, മടിയുണ്ടോ? എല്ലാവർക്കും അതായിരിക്കും പറയാൻ മടിയല്ലേ, അതിനും മടി. ടോട്ടൽ മടി ഫാമിലിയാണ് ഞങ്ങൾ. രാവിലെ എഴുന്നേക്കാൻ മടി, എഴുന്നേറ്റ് വല്ലതും കഴിക്കാൻ മടി, വെക്കാൻ മടി. അയ്യോ, പക്ഷെ ഞാനൊരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടതുണ്ട്. പിള്ളേരെ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുന്നത് അറിയാമോ? എന്തുവാ? അല്ല, എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ. എന്നെ പോലെ ഉറങ്ങി നടക്കരുത്. മടിയാണ് ഗൈസ് നമ്മളെ തളർത്തുന്ന. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്നതന്നെ മടിയാണ്. മടി മാറ്റണം ആദ്യം, അതിനാണ് മടി. എന്തായി പറയുന്നേ? നിനക്ക് വലുതാവുമ്പം ആരാവാൻ ആഗ്രഹം? നിനക്ക് എന്തോ പഠിക്കാൻ ആഗ്രഹം? ബഹിരാകാശത്ത് പോകാനാണോ മോക്കിഷ്ടം? ബഹിരാകാശത്ത് പോയി കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണം. കേരളത്തിൽ ഒരാളെ കൂട്ടി പോയാൽ കൊള്ളാം. സാരില്ല ഗൈസ്, നമുക്ക് പോകാൻ പറ്റും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സുനിത വില്യംസിനെ കണ്ട് പ്രചോദനം കൊടുത്തിട്ടാണ് ഇപ്പൊ എന്തുവാ അല്ല അങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലടി, ചിലപ്പോ ഭാവിയിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ലേ? ഓ അങ്ങനെയോ? സയൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം, മാത്തമാറ്റിക്സ് ഒക്കെ പറയുമ്പോഴേ അവൾ ഓടി നോക്കുന്നു. അവിടെ എന്തായി കുട്ടികളല്ലേ ഇങ്ങനെ? ചേച്ചി എന്തി? ചേച്ചിയെ വിളിച്ചേ. ചേച്ചി ഓടിവായോന്ന് പറ. ആ ഓടിവായോ. വാക്കിംഗ് എന്ന് കാണിച്ചേ. വാക്കിംഗ്. ശിവന്റെ പ്രോഗ്രാം ആണ് ഇന്ന്. പക്ഷെ അവൾ എത്രത്തോളം പെർഫോം ചെയ്യുമെന്ന് ഒന്നും അറിയത്തില്ല. കാരണം കുഞ്ഞാണ്. ഒന്നാമത്തെ കാര്യം അവൾക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൾ കണ്ണു കൊട്ടുന്ന കൂട്ടത്തില്ല. അതിന്റെ കൂട്ടത്തിൽ ഇത് പ്രോഗ്രാമിലൂടെ പോകുമ്പോൾ സ്റ്റേജിൽ കയറ്റുമ്പോ അവൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു ഒന്നും ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു അവൾ ഇങ്ങനെ കണ്ണും പൊത്തി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും അവളുടെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് നമ്മളും ഒന്ന് കരുതി.
ശ്രീ ആണെങ്കിലും ശ്രീ ഒരു 3 വയസ്സ് തൊട്ട് അംഗനവാടി പോയി. പിന്നെ അംഗനവാടിയിലുള്ള പെർഫോമൻസ് ഒക്കെ ആയിരുന്നു, പാട്ട് പാടൽ, ഡാൻസ് കളിക്കലൊക്കെ. പക്ഷെ ഇത് ഒരു വർഷം കൂടെ മുന്നേ ആയിപ്പോയി. 2 വയസ്സ് തൊട്ട് കുഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ ഒരു സഹായം കൂടെ ഉണ്ട്. കാരണം അവൾ എന്തോ ചെയ്തെന്ന് നോക്കിയിരിക്കുവാണല്ലോ ചെറുത്, അതുപോലെ തന്നെ കോപ്പിയടിക്കാൻ. അപ്പം ചേച്ചി പാടുന്ന പാട്ടുകളെല്ലാം അനുകരിക്കാൻ ശ്രമിക്കും, കളിക്കുന്ന ഡാൻസ് അനുകരിക്കാൻ ശ്രമിക്കും. ചേച്ചി എങ്ങനെ പോന്നോ അതുപോലെ തന്നെ ഞാനും വന്നോളാം എന്ന് പറഞ്ഞാൽ ശിവ പുറകെ നടക്കുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ചേച്ചിക്ക് ഡാൻസും പാട്ടും ഉണ്ട്. അപ്പൊ അത് കേട്ട് ശിവനും അങ്ങ് പഠിക്കുക. അപ്പൊ അതുപോലെ ഡേ കെയറിൽ ഇതുപോലെ അവര് പെർഫോം ചെയ്യിച്ചപ്പോ കുഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ആക്ഷൻ ചെയ്തു. അങ്ങനെയാണ് കുഞ്ഞിനെ 2 പ്രോഗ്രാമിലേക്ക് അവർ എടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ ചെയ്യുമോന്ന് ഈ അപ്പുറത്തെ സൈഡിലിരുന്ന് ചെയ്യും, സ്റ്റേജിലേക്ക് വരുമ്പോൾ ചെയ്യുമോന്ന് അറിയത്തില്ല. എന്തായാലും സ്റ്റേജിലെ പ്രോഗ്രാമുകൾക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം മുന്നിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേര് പെർഫോം ചെയ്യത്തില്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെയാണ്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറമോട്ട് വലിയല്ലോ. അപ്പൊ അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് അത് ചേർക്കാൻ താമസിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് പിന്നീടായിരിക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുക. എന്തായാലും വീഡിയോ കളിച്ചാലും കളിച്ചില്ലേലും ഞാൻ ഇടുന്നതായിരിക്കും. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കാണിച്ചിരിക്കും, ഉറപ്പ്. അപ്പൊ എന്തായാലും ഞങ്ങൾ റെഡി ആവട്ടെ. സമയമായിട്ടില്ല, കുറച്ച് തുണിയിലക്കാനും ജോലികളൊക്കെ ബാക്കിയുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പം ശേഷമുള്ളത് ബാക്കിയില്ലല്ലോ, ശേഷം പിന്നീട്. ശിവനെ ഡേ കെയറിൽ കൊണ്ടുവിടാനായിട്ട് പോവാ. അവർ പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോവുക ചെയ്യുന്നത്. അവളെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. പോയിട്ട് ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് വന്നാൽ മതിയല്ലോ.
ശ്രീയുടെ വക പുഷ്പയിലെ ഫീലിങ്സിൻ്റെ സോങ് കൂടെ ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും പ്രോഗ്രാം നല്ല ഗംഭീരമായി. ഫീലിംഗ് സോങ് ആഡ് ചെയ്യാൻ നോക്കിയതോ 2 വട്ടം കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിച്ചു, കാരണം അതങ്ങ് കളയേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാം എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ശിവ നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ശ്രീക്കും ഒരവസരം ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനും മോണോ ആക്ട് ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു.